കർത്താവേ. അനാവശ്യമായിട്ടുള്ള ചിന്തകളും എല്ലാ ധാരണകളും എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ചിന്തകളാൽ എന്റെ മനസ്സ് നിറയട്ടെ, എന്റെ ഹൃദയം നിറയട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് എന്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് എന്നെ സഹായിക്കണം പിതാവേ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് യഹോവയുടെ എനിക്ക് മുട്ടുണ്ടാകില്ല. അവിടുത്തെ ഏറ്റവും മക്കളെ ഇവിടെ ആരും വീഴിക്കരുത്. ദൈവം നമ്മൾ റിഡീം ചെയ്തിട്ട് പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുപോകും. അതായത് പാപത്തിൽ നിന്നുള്ള മോചനം. അതുപോലെ തന്നെ ഇവിടെ ലോകത്തിന്റെ അധിപതി നമ്മുടെ കണ്ണിനെ ബ്ലൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ജീസസ് നമ്മുടെ ഐസിനെ ഓപ്പൺ ചെയ്യണം. ഇറ്റ്സ് ഓപ്പണിംഗ് ടു ന്യൂ ലൈഫ്. അതാണ് പുതിയ ജീവിതത്തിന് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ നശിച്ചു പോവുകയാണ്. അടുത്ത ഞാൻ ഹന്ന. ഇസ്രായേൽ മക്കളെ പഠനാടിസ്ഥാനത്തിൽ നൽകിയ ഒരു പ്രവാചകനില്ലാതിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവജന പ്രകാരം നയിക്കാൻ ഒരു പ്രവാചകനെ എഴുതുന്ന ഒരു വാക്യം ദൈവത്തിന്റെ പദ്ധതി. പറയൂ. ഈ ലോകത്തിൽ ശബ്ദം കേൾക്കാതെ വിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ബോസിന്റെ കയ്യിൽ കറ്റയിൽ നിന്ന് അവസാനം വീണ്ടെടുപ്പുകാരനോട് കൂടെ തന്നെ ചേർന്നു. പിന്നീട് യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നെ ഒരു കാണാൻ നിങ്ങളൊക്കെയും വളരെ വേദപുസ്തകത്തിൽ പരിജ്ഞാനമുള്ള കുഞ്ഞുങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കണം. നിങ്ങളെ പറ്റി പൊക്കി പറയാം. വന്നിട്ട് പോകാനുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫ് ഓരോരുത്തരുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിക്കൊടുത്ത് എങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ടൈമിൽ തന്നെ വലിയൊരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പിന്നെ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, സംസാരിച്ചുള്ള ട്രാൻസ്ഫോർമേഷൻ, അതെങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് ഗോഡിൻ്റെ ഈ വേർഡ്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുവാനും അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു. അതിപ്പം ഇവിടെ പഠിപ്പിച്ച നമ്മളെ സാറന്മാർ അപ്പോൾ അവർ വലുതായിട്ടുള്ള രീതിയിലാണ് നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം തുടർന്നും ഈ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ ആകപ്പാടെയുള്ള ചിന്തകളെ മാറ്റിമറിച്ച ഒരു ക്ലാസ് ആയിരുന്നു. ഇപ്പോഴും ഉള്ളതുപോലെ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ സോണിച്ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഒരു സെമിനാർ എന്ന് പറഞ്ഞാൽ നോർമലി ഒരുപാട് എല്ലാ ചർച്ചിലും പിള്ളേർ കാണും, ദൈവജനത്തിൽ നിന്ന് ക്ലാസ് കൊടുക്കും, പിന്നെ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് പിരിക്കുന്നു. എന്നാൽ ആ ഒരു ചിന്തയെ വളരെയധികം മാറ്റിമറിച്ച ഒരു ദൈവികമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ 3 സെക്ഷനിലൂടെയും ഈ ലോകത്തിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മുഴുവൻ ജീവിതത്തെയും ശോധന ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഈ ഭൂമിയിൽ നാം ആരാണെന്നും ഈ ഭൂമിയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും മുൻപോട്ടുള്ള യാത്ര എപ്രകാരമായിരിക്കണമെന്നുള്ള ഉത്തമ ബോധ്യം ഈ വളരെയധികം ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും അർത്ഥവത്തായിട്ട് വളരെയധികം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹീത നിമിഷമായിരുന്നു. വളരെയധികം ഹൃദയത്തിൻ്റെ അകത്ത് വളരെയധികം സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു. എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും
അത് വളരെയധികം അനുഭവ സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.